ഹായ്. ഇന്ന് ഞാൻ പറയാൻ പോണത് ഞാൻ എൻ്റെ CA ഇൻ്റർ ക്ലിയർ ചെയ്ത സ്റ്റോറിയാണ്. CA ഇൻ്റർ ഞാൻ 2016 തോന്നുന്നു, 2016 നവംബറിലാണ് ക്ലിയർ ചെയ്തത്. അതായത് 2016 നവംബർ എക്സാമിൽ ജനുവരിയിൽ റിസൾട്ട് ഫെബ്രുവരി 1 തോന്നുന്നു റിസൾട്ട് വന്നത്. ആ ദിവസമാണ് ഞാൻ ക്ലിയർ ചെയ്തത്. അപ്പോൾ എൻ്റെ ആ സ്റ്റോറിയിലേക്ക് പോകുമ്പോൾ എൻ്റെ 4ാമത്തെ അറ്റംപ്റ്റിലാണ് ഞാൻ എൻ്റെ CA ഇൻ്റർ ക്ലിയർ ചെയ്യണത്. ഓൾമോസ്റ്റ് CA തുടങ്ങി 4 വർഷത്തോളം അടുക്കുമ്പോഴാണ് ഞാൻ ഇൻ്റർ ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് വരെ ഉള്ളത് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഥ. ഫസ്റ്റ് അറ്റംപ്റ്റ് ഞാൻ എഴുതി, അതിനുശേഷം ഞാൻ CA നിർത്തി, വേറെ ജോലിക്കൊക്കെ ട്രൈ ചെയ്തു. പിന്നെ നമുക്ക് നിർത്തുമ്പോൾ ഫോം ഫയൽ ചെയ്യാനുണ്ട് CAയിൽ. അപ്പോൾ ഞാൻ ആ ഫോമൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടി എൻ്റെ ഓഫീസിലേക്ക് പോയി. ഓൾമോസ്റ്റ് എല്ലാം ഫില്ല് ചെയ്ത് അവസാനത്തെ എൻഡിലെത്തി. ആ സമയത്ത് ഒരു വൺ ഓഫ് മൈ കൊളീഗ്, എൻ്റെ ഒപ്പം തന്നെ CA ചെയ്യാൻ തുടങ്ങിയ ഒരു കൊളീഗ് എൻ്റെ ഫോം മേടിച്ച് കീറി കളഞ്ഞ് ഞാൻ വീണ്ടും തിരിച്ച് CA ചെയ്യാൻ വേണ്ടി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി വരികയായിരുന്നു. ഓക്കെ, അവിടെ നിന്നാണ് ഞാൻ വീണ്ടും ചെയ്യാൻ തുടങ്ങണം. പിന്നെ ഞാൻ അടുത്ത അറ്റംപ്റ്റിൽ വീണ്ടും എഴുതി. 2015 നവംബറിൽ വീണ്ടും എഴുതി. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൻ്റെ റിസൾട്ടിൽ എൻ്റെ മാർക്ക് 58 മാർക്കായിരുന്നു. ഞാൻ 3 മാസത്തോളം ലീവ് എടുത്ത് പഠിച്ചു, മേടിച്ചത് 58 മാർക്കായിരുന്നു. പക്ഷേ അതിലൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം എനിക്ക് ഫീൽ ചെയ്തത്, ഞാൻ 7 ദിവസം ആണ് ഒരു എക്സാം പഠിച്ചത്. അതായത് ഓൾമോസ്റ്റ് ITS ഏറ്റവും അവസാനം ഞാൻ പഠിച്ചൊരു എക്സാം. 7 ദിവസം പഠിച്ചുള്ളൂ. പക്ഷേ ആ 7 ദിവസം പഠിച്ച എക്സാമിന് എനിക്ക് 28 സംതിങ് മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിക്കണം, ഞാൻ 7 ദിവസം കൊണ്ട് പഠിക്കുമ്പോഴേക്കും എനിക്ക് 28 മാർക്ക്, അടിപൊളി, എത്രയ്ക്ക് സൂപ്പറാണോ ഞാൻ. എനിക്ക് 58 മാർക്ക് കിട്ടിയതിൽ വിഷമമൊന്നുമില്ല. പക്ഷേ 7 ദിവസം കൊണ്ട് ഞാൻ 28 മാർക്കൊക്കെ ഉണ്ടാക്കാനുള്ള കഴിവ് എനിക്കുണ്ടോ എന്നൊക്കെ അങ്ങനെയാണ് ഞാൻ പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു പോസിറ്റീവ് സെൻസിലാണ് ഞാൻ അടുത്ത എക്സാമിന് പോകുന്നത്. അടുത്ത എക്സാം നവംബർ 2015 എഴുതാൻ പോവാണ്. ഒബ്വിയസ്ലി നവംബർ എക്സാമിന് എപ്പോഴും 1 മാസത്തെ ലീവിൽ എഴുതും. ഒക്ടോബറിൽ ലീവ് ചെയ്തും എൻ്റെ നവംബറിൽ എക്സാം. 1 മാസത്തെ ലീവാണ് നവംബർ അറ്റംപ്റ്റിന് എപ്പോഴും കിട്ടാറുള്ളൂ. ഓക്കെ, അപ്പോൾ 1 മാസത്തെ ലീവ് ഞാൻ പോയി പഠിക്കുകയാണ്. 1 മാസത്തെ ലീവിൽ പഠിച്ചു. എനിക്ക് ഓൾമോസ്റ്റ് 120 സംതിങ് മാർക്കാണ് കിട്ടിയത്. അപ്പോൾ എന്നെ സംബന്ധിച്ചുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അതായത് 3 മാസം പഠിച്ചിട്ട് 58 മാർക്ക്, 1 മാസം പഠിക്കുമ്പോൾ 128 മാർക്ക് ഇൻക്രീസായി. അതായത് കുറഞ്ഞ സമയം എടുത്തുള്ളൂ, മാർക്ക് ഇൻക്രീസായി. ഗുഡ് ജോബ്. പിന്നെ ഏതോ 2 എക്സാമിലൊക്കെ എനിക്കെന്തോ 40+ കിട്ടി. അതായത് ബേസിക് ലിമിറ്റ് നമ്മൾ ക്രോസ് ചെയ്യുന്നു. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് സൂപ്പർ. ഞാൻ എന്നെ അപ്രീഷിയേറ്റ് ചെയ്തു. എൻ്റെ രണ്ടാമത്തെ അറ്റംപ്റ്റ് അങ്ങനെ തോറ്റു. എൻ്റെ 2 അറ്റംപ്റ്റിൽ ഞാൻ ആദ്യത്തെ 2 അറ്റംപ്റ്റ് എഴുതിയത് സെക്കൻഡ് ഗ്രൂപ്പാണ്. അതായത് 3 എക്സാമുള്ള ഗ്രൂപ്പായിരുന്നു. തേർഡ് അറ്റംപ്റ്റിലേക്ക് പോകുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ബോത്ത് ഗ്രൂപ്പ് ചെയ്താൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പ് ആദ്യമായിട്ട് എഴുതാൻ പോകുന്നത് തേർഡ് അറ്റംപ്റ്റിലായിരുന്നു. അതായത് ആ തേർഡ് അറ്റംപ്റ്റ് എൻ്റെ ബോത്ത് ഗ്രൂപ്പായിരുന്നു. 2016 മെയ് ആണ് ഞാൻ തേർഡ് അറ്റംപ്റ്റ് ചെയ്തത്. ബോത്ത് ഗ്രൂപ്പായിരുന്നു. തേർഡ് അറ്റംപ്റ്റിന് പോകുമ്പോൾ ഞാൻ എടുത്ത ദിവസം 50 ദിവസമാണ്. 50 ദിവസം എനിക്ക് കറക്റ്റ് ഓർമ്മയുണ്ട്. എനിക്കറിയാം ഞാൻ എത്ര എടുത്തത്. 50 ദിവസമാണ് ഞാൻ ലീവ് എടുത്തത്. എനിക്ക് 7 എക്സാം പഠിക്കണം. അതായത് ഓൾറെഡി ഞാൻ സെക്കൻഡ് ഗ്രൂപ്പ് കുറച്ച് പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടൈമായിട്ടാണ് ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ 7 ദിവസം 50 ദിവസം ഞാനിങ്ങനെ ഒരു ക്രിക്കറ്റ് മാച്ച് കാണുന്ന പോലെയൊക്കെയാണ്, അല്ലെങ്കിൽ ക്രിക്കറ്റ് മാച്ച് കളിക്കുന്ന പോലെയൊക്കെയാണ് എക്സാമിനൊക്കെ കണ്ടുള്ളൂ. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഓർമ്മ. 50 ദിവസത്തിൽ 7 പേപ്പർ അങ്ങനെയൊക്കെ നമ്മൾ ചേസ് ചെയ്യുന്ന പോലെ ഒരു ടൈപ്പായിരുന്നു. അപ്പോൾ 50 ദിവസത്തിൽ 7 ദിവസം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഒരു ഇൻട്രസ്റ്റിംഗ്, അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാരണം ആ സമയത്താണ് വിരാട് കോഹ്ലി ക്യാപ്റ്റൻസി ലേക്ക് വരുന്നതായിരുന്നു. എനിക്കപ്പോൾ വിരാട് കോഹ്ലിൻ്റെ ക്യാപ്റ്റൻസി കണ്ട് ഭയങ്കര അഗ്രസീവൊക്കെ ആ ഒരു ഫിയർലെസ് ആറ്റിറ്റ്യൂഡൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് 50 ദിവസം കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു മൈൻഡ് സെറ്റ് വരാൻ കാരണം വിരാട് കോഹ്ലിയുടെ. കാരണം ആ IPL ആ വർഷത്തെ IPL തന്നെയാണ് വിരാട് കോഹ്ലി ഒറ്റ സീസൺ കൊണ്ട് 973 റൺസൊക്കെ അടിക്കണം. അപ്പോൾ എനിക്ക് അതൊക്കെ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു ടൈമായിരുന്നു. കാരണം ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം എന്നൊരു തോട്ടിലായിരുന്നു. അപ്പോൾ 50 ദിവസത്തിൽ 7 പേപ്പർ, അതായത് ഓൾമോസ്റ്റ് ഒരു പേപ്പർ പഠിക്കാൻ 7 ദിവസം എന്ന രീതിയിലാണ്. 7 ദിവസം എടുക്കില്ല, ഞാൻ മിക്കവാറും അവസാന 10-12 ദിവസമൊക്കെ റിവിഷന് വേണ്ടി മാറ്റും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരു 6 ദിവസത്തിൽ 5 ദിവസത്തിൽ വേണ്ടിയിട്ടാണ് ഞാൻ ഒരു പേപ്പർ പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യുക. പിന്നെ ഞാൻ സെക്കൻഡ് ഗ്രൂപ്പും അധികം സമയം എടുക്കില്ല. അതിനെ ആൾറെഡി നോക്കിയതുകൊണ്ട് തന്നെ ചിലപ്പോൾ സെക്കൻഡ് ഗ്രൂപ്പിൽ 2 days വെച്ചിട്ടൊക്കെ അലോ ചെയ്യുള്ളൂ ഒരു എക്സാമിന്. ഇപ്പോൾ 3 എക്സാം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി 2 daysലേക്ക് ഒരു പേപ്പർ ഞാൻ അപ്ലൈ ചെയ്യുക. ബാക്കി എല്ലാ ടൈം ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യും. അപ്പോൾ 7 ദിവസത്തിൽ
50 ദിവസം ആൻഡ് സ്കോർ ചെയ്യേണ്ടത് ഓൾമോസ്റ്റ് 350 മാർക്ക് ഞാൻ സ്കോർ ചെയ്യണം. ഓക്കെ, അപ്പോൾ എനിക്കിത് 350 മാച്ച് 50 ദിവസം 50 ഓവർ 350 ക്രിക്കറ്റ് മാച്ച് പോലെ ഞാൻ ഭയങ്കരമായിട്ട് ക്രിക്കറ്റായിട്ട് കാണുന്നത്. എനിക്ക് ക്രിക്കറ്റ് മാച്ച് 50 ദിവസത്തിൽ 350 റൺസ് എന്ന രീതിയിലൊക്കെ ചിന്തിച്ചിട്ടാണ് ഞാൻ പഠിക്കാനിരിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ മുമ്പ് ചെയ്തതിനേക്കാൾ എത്രയോ എഫേർട്ടിൽ കൂടുതൽ ചെയ്താൽ മാത്രമേ ക്ലിയർ ചെയ്യാൻ പറ്റും. കാരണം ഓട്ടോമാറ്റിക്കലി ഞാൻ 120 സംതിങ് മാർക്കിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് സ്കോർ ചെയ്ത് വരണം 350 അതും 50 ഡേയ്സായി ടൈം റെഡ്യൂസ്ഡായി ഓൺ ആവറേജ്. ഇപ്പോൾ സെക്കൻഡ് അറ്റംപ്റ്റിലാണെങ്കിൽ ഓൺ ആവറേജ് എനിക്ക് 30 ദിവസത്തിൽ 3 പേപ്പറായിരുന്നു. അതായത് ഒരു പേപ്പർ പഠിക്കാൻ വേണ്ടി 10 ദിവസം ഉണ്ടായിരുന്നു. ഓക്കെ, ഇതിലേക്ക് പറയുമ്പോൾ ഒരു പേപ്പർ പഠിക്കാൻ വേണ്ടി 7 ദിവസം, അതിൽ 4 പേപ്പർ ഞാൻ ഫ്രഷായിട്ടും പഠിക്കണം. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് കുറച്ചുകൂടെ ടൈറ്റ് ആയി ഗെയിം. പക്ഷേ ഞാൻ അതാണ് ഞാൻ പറയുന്നത്, എന്നെ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത് വിരാട് കോഹ്ലിയാണ്. കാരണം ഞാനപ്പോൾ ഭയങ്കരമായിട്ട് അഗ്രസീവായിരുന്നു, ഭയങ്കര ചാർജ്ഡായിട്ട് നിൽക്കുന്ന സമയമാണ്, ഫിയർലെസ് ഒക്കെ ആയിട്ട്. അപ്പോൾ എനിക്കധികം ഫീൽ 50 ഓവർ 350 റൺ എന്നൊരു മൈൻഡ് സെറ്റാണ് ഉണ്ടായിരുന്നത്. ഓക്കെ, എക്സാമൊക്കെ ഞാൻ എഴുതി, അത്യാവശ്യം നന്നായി പഠിച്ചു എഴുതി ഒക്കെ കഴിഞ്ഞു. ബട്ട് ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു, ഞാൻ എന്തായാലും പാസ്സാണ്, ഷുവർ പാസ്സാണ്, ഐ എം ഓൺ ദ ടോപ്പ്. അതായത് പറഞ്ഞാൽ വിരാട് കോഹ്ലി 970 റൺസ് അടിച്ച പോലെ അത്രയും കോൺഫിഡൻറ്റ്. പക്ഷേ വിരാട് കോഹ്ലിക്ക് പറ്റിയ അതേ പ്രശ്നമാണ് എനിക്ക് പറ്റിയത്, ഞാൻ തോറ്റുപോയി. ഓക്കെ, നമ്മൾ നന്നായി പഠിച്ചു, നന്നായി എഴുതിയെന്നൊക്കെ വിശ്വസിച്ചു. ആൻഡ് അത്രയും കോൺഫിഡൻ്റ് ആണ് അത് അതായത് എക്സാം വാല്യൂ ചെയ്യുന്നവർ എത്ര ടൈറ്റായിട്ട് വാല്യൂ ചെയ്താൽ പോലും ഞാൻ ജയിക്കും എന്നൊരു ലെവലിൽ ഞാൻ കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് റിസൾട്ട് ഡേറ്റ് വരെ. അപ്പോൾ എക്സാമിൻ്റെ ഒരു റിസൾട്ട് വരുന്നവരെയൊക്കെ ഞാൻ ഓഫീസിൽ ഭയങ്കരമായിട്ട് ലുക്ക് ആഫ്റ്റർ ചെയ്യുന്ന പേഴ്സണാണ്. എൻ്റെ റിസൾട്ട് വരുന്നത്, അതായത് വേറെ ആൾക്കാർ എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ആൾക്കാർ ഊറ്റി നോക്കുന്നത് എൻ്റെ റിസൾട്ടായിരുന്നു. കാരണം ഞാൻ അത്രയും കോൺഫിഡൻ്റ് ആയി നിൽക്കുകയായിരുന്നു ആ സമയത്ത്. കാരണം എൻ്റെ റിസൾട്ട്. അപ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും അധികം കോൺഫിഡൻ്റ് അല്ല. അപ്പോൾ എൻ്റെ റിസൾട്ടിന് വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആയിരുന്നു, ഞാൻ പാസ്സാകാൻ വേണ്ടി. അപ്പോൾ റിസൾട്ട് ദിവസം വന്നു, ഞാൻ അത്രയും കോൺഫിഡൻ്റ് ആണല്ലോ. അപ്പോൾ ഒത്തിരി എല്ലാവരെയും വിളിച്ചു, എൻ്റെ റിസൾട്ട് കാണാൻ വേണ്ടവരൊക്കെ വരും, എല്ലാവരും വരുമായിട്ട് ഞാൻ എല്ലാവരെയും വിളിച്ച് എൻ്റെ പ്രാക്ടീസ് നിർത്തി കൊണ്ടിട്ടാണ് റിസൾട്ട് നോക്കുന്നത്. ഓക്കെ, എൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ ആദ്യം ഞാൻ മേലേക്ക് നോക്കുമ്പോൾ പാസ്സായിട്ടില്ല, മേലെ പാസ്സായിട്ടില്ല. ഓക്കെ, സാരമില്ല, കുഴപ്പമില്ല. കാരണം എന്താ, ആദ്യമായിട്ട് ചെയ്താണ് ഫസ്റ്റ് ഗ്രൂപ്പ്, അതുകൊണ്ട് ചിലപ്പോൾ തോൽക്കാം, കുഴപ്പമില്ല. സെക്കൻഡ് ഗ്രൂപ്പ് ഞാൻ ഷുവറായിട്ടും പാസ്സാവും. കണ്ണൊന്ന് താഴേക്ക് ആയിട്ട് താഴെയും പാസ്സായിട്ടില്ല. ഇതെങ്ങനെ സംഭവിച്ചു? അതായത് ഞാൻ ബോത്ത് ഗ്രൂപ്പ് എന്തായാലും ക്ലിയർ ചെയ്യുന്ന ഒരു എക്സാം ഞാൻ എന്താ പറയുക, മേലെയും പാസ്സായില്ല, താഴെയും പാസ്സായില്ല. ഫസ്റ്റ് ഗ്രൂപ്പും ക്ലിയർ ചെയ്തില്ല, സെക്കൻഡ് ഗ്രൂപ്പ് ആ ലെവലിലേക്ക് പോവാണ്. അപ്പോൾ കാരണം എല്ലാവരെയും വിളിച്ച് നിർത്തിയിരിക്കുകയാണ് എൻ്റെ ബാക്കിൽ എൻ്റെ റിസൾട്ട് കാണാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ഞാൻ ഭയങ്കര അപ്സെറ്റായിപ്പോയി. പിന്നെ അതുമല്ല, എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു. അവളാണെങ്കിൽ ഏത് സമയത്തും സുജീഷിൻ്റെ റിസൾട്ട് വേണ്ടിയിട്ടാണ്. ഞാൻ എക്സാം ഒന്നും എഴുതിയിട്ടില്ലടാ എന്നുള്ള ലെവലുമായിരുന്നു. ഓക്കെ, പക്ഷെ അവൾ പാസ്സാവുകയും ചെയ്തു. ഓക്കെ, അതെങ്ങനെ എനിക്ക് സംഭവിച്ചെന്ന് അറിയില്ല. കാരണം എപ്പോഴും അവൾ എന്നോട് പറയേണ്ടത് ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല, നിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യണം എന്നുള്ള ലെവലാണ്. പക്ഷേ ഞാൻ പൊട്ടുകയും ചെയ്തു, അവൾ പാസ്സാവുകയും ചെയ്തു. എനിക്കറിയില്ല എന്താണ്, എനിക്ക് 300 മാർക്കാണ് അന്ന് കിട്ടിയത്, 303 സംതിങ് 303 മാർക്ക് മേടിച്ചു. പക്ഷേ എൻ്റെ ഒരു പെർഫോമൻസ് ലെവലിൽ നിൽക്കുമ്പോൾ ഞാൻ കാരണം 7 ദിവസം ഒരു സബ്ജക്റ്റ് വെച്ച് പഠിച്ചിട്ട് ഞാൻ 300 മാർക്ക് സ്കോർ ചെയ്തു. അതായത് 350 മാർക്കാണ് ഞാൻ സ്കോർ ചെയ്യേണ്ടത്, 303 മാർക്ക് ഞാൻ സ്കോർ ചെയ്തു. ഇമ്പ്രൂവ്മെൻറ്റ് വളരെ ഹൈ ആയിരുന്നു. അതിന് 300% ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് സംഭവിച്ചു. പക്ഷേ ഞാൻ വിചാരിച്ചു, എന്ത് കാരണം വെച്ചാലും ഞാൻ ഇത് എക്സാം ക്ലിയർ ചെയ്യുമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ എക്സാം തോറ്റുപോയി. ഒരു ഏറ്റവും വലിയ ഇൻസിഡൻറ്റ്, ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു പോയി. ഓക്കെ, ഞാൻ അങ്ങനെ കരഞ്ഞ ആരും കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ ആ സിസ്റ്റേഴ്സിൻ്റെ ഫ്രണ്ടിൽ ഇരുന്ന് കരഞ്ഞു, ഭയങ്കരമായിട്ട് എനിക്ക് കരച്ചിലെടുക്കാൻ പറ്റാത്തൊരു ലെവലായിരുന്നു. ഭയങ്കര എല്ലാവരും പോയി, ഈവൻ പോയതിന് ശേഷം ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ണുനീരാണ് എനിക്ക് തടയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഒരു ജൂനിയർ ഉണ്ട്, ആ കുട്ടി എന്നോട് സൈഡിൽ ഇരുന്നിട്ട് ഇങ്ങനെ കുറേ ഞാൻ കരയണ കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ഏട്ടൻ എന്തിനാണ് കരയണേ, യു ആർ ആൾറെഡി ബീറ്റഡ് ലോട്ട് ഓഫ് തിങ്, ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ തോറ്റിട്ടാണ് അല്ലെങ്കിൽ ഡിഫീറ്റ് ചെയ്തിട്ടാണ് ഏട്ടൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്, ഇപ്പോൾ എന്തിനാണ് ഈ റിസൾട്ടിന് പിന്നിൽ കരയണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ അവൾക്ക് ഒരു ഗോൾഡൻ മറുപടിയാണ് കൊടുത്തത്. കാരണം അത് എനിക്ക് എപ്പോഴും ഗോൾഡനാണ്. ഈ എക്സാം തോറ്റപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ഇത് എത്രത്തോളം ജയിക്കണമെന്ന് ആഗ്രഹിക്കേണ്ടതെന്ന്. കാരണം എന്നെ അത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്തു. അപ്പോൾ എന്നെ ഒരു കാര്യം അത്ര ഈസി ആയിട്ട് ഹേർട്ട് ചെയ്തില്ല. അപ്പോൾ ഇത് എത്രത്തോളം ഞാൻ ജയിക്കണമെന്ന് ഞാൻ ഉള്ളിലുള്ള ആഗ്രഹിക്കേണ്ടതെന്ന് ഈ തോൽവിയോടെ എനിക്ക് മനസ്സിലായി. കാരണം ഞാൻ കരഞ്ഞു പോയിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം ഈ എക്സാം തോറ്റേനല്ല, അടുത്ത എക്സാം ഞാൻ എന്തായാലും ജയിക്കും. ആ സമയത്ത് ഇവിടെ ഞാൻ കണ്ടത് പീപ്പിൾസ് ഇവിടെ ഉണ്ടാകില്ല. ഞാൻ കണ്ടവർ ഞാൻ ജയിക്കണതും കാണണം, ആ പീപ്പിൾസ് ഇവിടെ ഉണ്ടാകില്ല. എനിക്ക് ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. അടുത്ത എക്സാം ഞാൻ എന്തായാലും ജയിക്കും എന്ന രീതിയിൽ പറഞ്ഞു. ഇങ്ങനെ എൻ്റെ 3rd അറ്റംപ്റ്റും കൂടെ കഴിയാണ്. എൻ്റെ അടുത്ത അറ്റംപ്റ്റ് വരെയാണ്, അതായത് ഞാൻ പാസ്സായ അറ്റംപ്റ്റ് വരെയാണ്. പാസ്സായ അറ്റംപ്റ്റിൻ്റെ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ നവംബർ അറ്റംപ്റ്റാണ്. നവംബർ അറ്റംപ്റ്റ് പറഞ്ഞാൽ 28 ദിവസം 30 ഡേയ്സ്
31 ഡേയ്സ് നമുക്ക് ഒക്ടോബർ കഴിഞ്ഞ് ഒക്ടോബറിലാണ് ലീവ് കിട്ടുക, ഒക്ടോബർ ഡേയ്സ്. പിന്നെ നമ്മുടെ CAക്ക് അറിയാം നമുക്ക് ഭയങ്കര ബിസി ആയിട്ടുള്ളൊരു ടൈമാണ് സെപ്റ്റംബർ ഓഗസ്റ്റ് എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ബിസി വർക്ക് നടക്കുന്നത്. അപ്പോൾ ഭയങ്കര മെൻ്റലി ഡൗൺ ആയിരിക്കും, ഭയങ്കര സ്ട്രെസ്സുള്ള ടൈമായിരിക്കും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ നവംബർ അറ്റംപ്റ്റിന് പോവുക. ആ ഒക്ടോബർ മന്ത് പറഞ്ഞാൽ അത്രയും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ളൊരു ടൈമും കൂടിയായിരിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഒക്ടോബറിലേക്ക് ലീവ് എടുക്കാനുള്ള ടൈമായി. സെപ്റ്റംബർ കഴിഞ്ഞു. അവിടെ ഏറ്റവും ഗോൾഡൻ ആയിട്ടുള്ള ഒരു മൊമെൻറ്റ് സംഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജൂനിയേഴ്സിന് ഒരു വർക്കിന് ഒരു ഡൗട്ട് അത് അവർ ക്ലിയർ ചെയ്യണം. എനിക്കാണെങ്കിൽ 31 ദിവസമാണ് ഉള്ളത്, 7 പേപ്പറും പഠിക്കണം. അപ്പോൾ എനിക്ക് ഒരു ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻറ്റ് ദിവസമാണ്. അതായത് ഓരോ ദിവസത്തിൻ്റെ വാല്യൂ എത്രയെന്ന് എനിക്കറിയാം. അപ്പോഴാണ് ഇവർക്ക് ഈ വർക്ക് തീർക്കണം എന്ന് പറഞ്ഞ് എൻ്റെ ഒരു സപ്പോർട്ട് അവർക്ക് ആവശ്യം വരുന്നത്. ഓക്കെ, ഇത് ഞാൻ എടുത്ത് പറയാൻ കാരണം ഞാൻ എൻ്റെ ഒരു 2 ദിവസം അവർക്ക് വേണ്ടി സ്പെയർ ചെയ്തു. ഒരു താങ്ക്സ് പോലും അവർ പറഞ്ഞില്ല. എനിക്കതിൽ വിഷമമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും അത് മെമ്മറൈസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് 31 ദിവസത്തിൽ എൻ്റെ 2 ദിവസം എന്ന് പറയുന്നത് ചിലപ്പോൾ എൻ്റെ ഒരു 20-25 മാർക്ക് പോവും. ഓക്കെ, ആ 2 ദിവസം ഞാൻ പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ എനിക്ക് ആ സമയത്ത് ഭയങ്കര ധാർമ്മികത എന്നൊരു പോയിൻ്റ് ഓഫ് വ്യൂ, അതായത് ഇതാണോ ഞാൻ ചെയ്യേണ്ടത്, അതായത് ഞാൻ ഇപ്പോൾ ലീവ് എടുത്ത് പഠിക്കാൻ പോകണോ അതോ ഇവരെ ഹെൽപ്പ് ചെയ്യണോ എന്നുള്ള പോയിൻ്റ് ഓഫ് വ്യൂ ആയിരുന്നു. അപ്പോൾ ജൂനിയേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒക്ടോബർ 1st and 2nd ഓഫീസിൽ നിന്നുണ്ടായിരുന്നു. ആ 2 ദിവസം എനിക്ക് അത്ര ക്രൂഷ്യലായിരുന്നു. പക്ഷേ ഞാൻ എന്നാലും കുഴപ്പമില്ല എന്ന ലെവലിൽ ഞാൻ ആ ഒരു 2 ദിവസം എക്സ്റ്റെൻഡ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു. അവൻ്റെ വർക്കെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ ലീവിന് പോയത്. അപ്പോൾ എനിക്ക് ഓട്ടോമാറ്റിക്കലി 29 ദിവസത്തെ പഠിത്തം 29 ദിവസം പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ കഴിഞ്ഞ 3rd അറ്റംപ്റ്റ് പഠിച്ചത് 50 ദിവസത്തിൽ 7 പേപ്പറാണെങ്കിൽ ഇത്തവണ അത് 29 ദിവസത്തിൽ 7 പേപ്പർ എന്ന ലെവലിലേക്ക് കുറഞ്ഞു. അതായത് ഒരു എക്സാം പഠിക്കാൻ എനിക്ക് 4 ദിവസമേ ഉള്ളൂ. ഓക്കെ, 4 ദിവസം. അത് കുറച്ചുകൂടെ ടൈറ്റായി, വീണ്ടും ടൈറ്റായി. ഓക്കെ, പിന്നെ നമ്മൾ അത്ര ഫ്രീ ടൈമല്ല, ഭയങ്കര സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു ടൈമും കൂടി കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. മെയ് എക്സാം കുറച്ചുകൂടെ ഫ്രീ ടൈം ആയിരിക്കും, നമ്മൾ അത്ര സ്ട്രെസ്ഡ് ടൈം ആയിരിക്കില്ല. പക്ഷേ സെപ്റ്റംബർ ഓഗസ്റ്റ് പറയുന്ന ടാക്സ് ഓഡിറ്റ് സീസണിൻ്റെയൊക്കെ ഒരു എൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡ് ആയിട്ട്. അപ്പോൾ 29 ദിവസം 7 പേപ്പർ, ഇതാണ് എൻ്റെ ടാർഗറ്റ്. കഴിഞ്ഞ മാച്ചിൽ, അതായത് എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കഴിഞ്ഞ മാച്ചിൽ എനിക്ക് 50 ഓവറിൽ 350 റണ്ണ് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്തവണ 29 ഓവറിൽ 350 റണ്ണ് വേണം. ഓക്കെ, ഞാൻ എപ്പോഴും ചില മൊമെൻറ്റ്സൊക്കെ റീകാൾ ചെയ്യും. 2010 തോന്നുന്നുണ്ട് ഇന്ത്യ